സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനം നാം തുടരവേ ഇന്ന് അല്പസമയം ഒരുമിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 15-ന്റെ 21. ഭോഷത്വം ബുദ്ധിമാന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. അനേകം സദൃശവാക്യങ്ങളിൽ എന്ന പോലെ ഈ സദൃശവാക്യത്തിലും ഭോഷത്വത്തെയും വിവേകത്തെയും തുലനം ചെയ്യുകയാണ് ജ്ഞാനി. ഭോഷത്വത്തിൽ നടക്കുന്ന ബുദ്ധിഹീനൻ ആ ഭോഷത്വത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിനെ കുറിച്ചും വിവേകി തൻ്റെ നടപ്പ് നേരായി ചൊവ്വായി നടക്കുന്നതിനെ കുറിച്ചുമാണ് ജ്ഞാനി ഇവിടെ പ്രതിപാദിക്കുന്നത്. അനവധി ആഴമേറിയ ചിന്തകൾ ഈ ചെറുവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ ആദ്യമായി നാം ചിന്തിക്കേണ്ടത് ഭോഷത്വം, ബുദ്ധിഹീനത ചിലപ്പോൾ ആസ്വാദ്യമായി തോന്നിയേക്കാം എന്ന അപകടമാണ്. ഭോഷത്വം ആസ്വദിക്കുന്നവർ അതിൻ്റെ അപകടം തിരിച്ചറിയുമ്പോഴേക്കും താമസിച്ചു പോയിരിക്കും. താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയി ബുദ്ധിശൂന്യമായ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുത്ത് ആ താൽക്കാലിക സന്തോഷങ്ങൾ ജീവിതത്തിൽ പിന്നീടുള്ള വലിയ ദുഃഖങ്ങൾക്ക് കാരണമായി മാറുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. ഒരു ബാല്യക്കാരൻ, അവന് വാഹനം ഓടിക്കുവാനുള്ള അവകാശമില്ല, അതിനുള്ള അനുമതിയുമില്ല. എങ്കിലും ആരുമറിയാതെ അവൻ അപ്പൻ്റെയോ സുഹൃത്തുക്കളുടെയോ വാഹനമെടുത്ത് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താൽക്കാലിക സന്തോഷമുണ്ട്. അതാണ് ഭോഷത്വത്തിൻ്റെ, ബുദ്ധിഹീനതയുടെ സന്തോഷം. എന്നാൽ എവിടെയെങ്കിലും ചെന്ന് ആ വാഹനം ഒന്നിടിക്കുകയാണെങ്കിൽ, അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. പരീക്ഷയ്ക്ക് നേരായ മാർഗത്തിലൂടെ അല്ലാതെ വിജയം നേടിയ ഒരു വ്യക്തി തനിക്ക് ലഭിച്ച ഉന്നത സ്ഥാനങ്ങളിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരന്വേഷണത്തിൽ താൻ ചെയ്ത ശരിയല്ലാത്ത പ്രവൃത്തികൾ പിടിക്കപ്പെട്ടാൽ അതിൻ ഫലമായി തൻ്റെ താൽക്കാലിക സന്തോഷം ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന ലജ്ജയായി, നാണക്കേടായി മാറിയാൽ ഭോഷത്വം, ബുദ്ധിഹീനത നൽകുന്ന സന്തോഷത്തിൻ്റെ താൽക്കാലികത നാം തിരിച്ചറിയുന്നു. ചിലർക്ക് ജീവിതത്തിൽ വിശ്രമിക്കുവാൻ അറിയില്ല. അവർ തിരക്കിന്മേൽ തിരക്കിൽ ജീവിച്ച് ഒടുവിൽ സ്വയം എരിഞ്ഞടങ്ങുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഭോഷത്വം ആസ്വദിക്കുന്നവരായി മാറുന്നവർ നമ്മുടെ ഇടയിൽ, ഭോഷത്വത്തിൽ സന്തോഷിക്കുന്നവർ നമ്മുടെ ഇടയിൽ, താൽക്കാലികമായ സാമൂഹിക മാധ്യമങ്ങളിലെ ഇഷ്ടങ്ങളിൽ പോലും ആസ്വാദ്യത കാണുന്ന ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന നാം ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു എന്ന ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ പൊരുൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഭോഷത്വം അഥവാ ബുദ്ധിഹീനത അത് ബൗദ്ധികമായ ഒരനുഭവം മാത്രമല്ല. ഭോഷത്വം
അത് മാനസികമായ ഒരു യാഥാർത്ഥ്യമാണ്, ധാർമ്മികമായ യാഥാർത്ഥ്യമാണ്, നൈതികമായ യാഥാർത്ഥ്യമാണ്, ആത്മികമായ യാഥാർത്ഥ്യമാണ്. ആദാമിൻ്റെയും ഹൗവയുടെയും മുന്നിൽ തിരഞ്ഞെടുപ്പുകളുണ്ടായപ്പോൾ താൽക്കാലികമായ സന്തോഷങ്ങൾ തിന്മയായവൻ അവരുടെ മുന്നിൽ വെച്ചു നീട്ടിയപ്പോൾ നിത്യമായ സന്തോഷത്തിനായി നേർവഴിയിൽ നടക്കുന്നതിന് പകരം താൽക്കാലികതയ്ക്കു വേണ്ടി അരുതാത്തത് ചെയ്യുവാനായി സ്വയം പ്രേരിതരാകുന്ന ആ ദമ്പതികളെ പോലെ നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ ബൗദ്ധികമായ ബുദ്ധിഹീനത, ധാർമ്മികമായ ഭോഷത്വം സാധ്യമാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി തിന്മ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവരായി ചിലപ്പോഴെങ്കിലും നാം മാറാറില്ലേ? നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്കു വേണ്ടി അനീതിയുടെ മുന്നിൽ കണ്ണടയ്ക്കുന്നവരായി നാം മാറാറില്ലേ? പിലാത്തോസിനെ പോലെ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവൻ്റെ ഭാര്യ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചിട്ട് പരസ്യമായി കൈകഴുകി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന ആ ധാർമ്മിക അപജയം ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. പലപ്പോഴും അഹംഭാവം സ്വയനീതീകരണത്തിലേക്ക് വഴിതെളിക്കുന്ന അനുഭവങ്ങളുടെ മധ്യേയാണ് ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പാകെ വരുന്നത്. വീണ്ടും നാം ആ സദൃശവാക്യം ശ്രദ്ധിക്കുമ്പോൾ ചെറുതും വലുതുമായ സന്തോഷങ്ങൾ എല്ലാ ജീവിതങ്ങളുടെയും ഭാഗമാണ്. എന്നാൽ ഈ സന്തോഷങ്ങൾ എല്ലാം നന്മയ്ക്കായി ആത്യന്തികമായി കൂടി വ്യാപരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഉത്തരവാദിത്വം ഇല്ലായ്മയോടെയുള്ള ജീവിതം, പക്വതയില്ലാത്ത ജീവിതം ഒരുപക്ഷെ താൽക്കാലിക സന്തോഷങ്ങൾ നമുക്ക് നൽകിയേക്കാം. ഭവനത്തിൽ നിന്ന് ദൂരെ പോയ മുടിയനായ പുത്രനെ പോലെ എല്ലാം വ്യയം ചെയ്യുമ്പോൾ, നശിപ്പിക്കുമ്പോൾ സ്വാർത്ഥമായ ഒരു സന്തോഷം അനുഭവിക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ ആ സന്തോഷം അവൻ്റെയോ അവൻ്റെ കുടുംബത്തിൻ്റെയോ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നില്ല. യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്വഭാവം തിരക്കുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോഴാണ് ഈ അനുഭവം താൽക്കാലികതയ്ക്കു പിന്നാലെ പോയി, താൽക്കാലിക സന്തോഷങ്ങൾക്കു പിന്നാലെ പോയി ആത്യന്തികമായ പരമസന്തോഷത്തെ മറന്നുപോകുന്ന അനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രശസ്തി നാം നേടിയേക്കാം. ആ പ്രശസ്തിയിൽ സന്തോഷം കണ്ടെത്തുന്നവരായി നാം മാറിയേക്കാം. പക്ഷേ ഊതിവീർപ്പിച്ച ബലൂൺ പോലെ ഒരു ചെറിയ മുട്ടുസൂചി കൊണ്ടൊന്ന് കുത്തിയാൽ മതി പൊട്ടിപ്പോകുന്നതാണ് പലപ്പോഴും നാം പടുത്തുയർത്തുന്നതായിട്ടുള്ള പ്രശസ്തി. ചിലപ്പോൾ ഭംഗിയിൽ, ആകാരവടിവിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കാം. പക്ഷേ കാലക്രമേണ അതിൻ്റെ താൽക്കാലികതയും നാം മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കാം. പക്ഷേ ആ നേട്ടങ്ങളിലെ സന്തോഷങ്ങളുടെ താൽക്കാലികതയും നാം തിരിച്ചറിയണം. ഭോഷത്വം ചിലപ്പോൾ ബുദ്ധിഹീനന് സന്തോഷം താൽക്കാലികമായി നൽകിയേക്കാമെങ്കിലും വിവേകി ചൊവ്വായി നടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ ശ്രദ്ധേയമാണ്. എന്താണ് വിവേകം? എന്താണ് വിവേകി ചൊവ്വായി നടക്കുന്നു എന്ന് സൂചിപ്പിക്കുക വഴി ജ്ഞാനി നമ്മുടെ മുമ്പാകെ മുൻവെക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യം? വിവേകം എന്നത് അർത്ഥവത്തായ ജീവിതത്തിന് ഉതകുന്ന അനുഭവമാണ്.
ലക്ഷ്യബോധത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ നിദാനമാണ്. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക, ഒരു ലക്ഷ്യവുമില്ലാതെ അർത്ഥവുമില്ലാതെ ജീവിച്ചു തീർക്കുക എന്ന അനുഭവമല്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവേകമുള്ള, നേരായി നടക്കുന്ന, ചൊവ്വായി നടക്കുന്ന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ പ്രധാനപ്പെട്ടത് ദിശാബോധമാണ്. കാറ്റടിക്കുന്ന പതിർ പോലെ കാറ്റിൻ്റെ ദിശയിൽ ആടി ഉലയുന്ന അനുഭവമല്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും മുന്നിൽ കാണുന്ന ലക്ഷ്യത്തിലേക്ക് നിശ്ചയദാർഢ്യത്തോടെ തുഴഞ്ഞു പോകുന്ന തോണിക്കാരനെ പോലെ ലക്ഷ്യബോധമുള്ള, ദിശാബോധമുള്ള അനുഭവമാണ് വിവേകിയുടെ യാത്ര, വിവേകിയുടെ ജീവിതത്തിൻ്റെ അനുഭവം, അവൻ്റെ ചൊവ്വായുള്ള നടപ്പ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ നടപ്പിലെ അച്ചടക്ക ബോധ്യവും അധ്വാനശീലവും. നാനാഭാഗങ്ങളിൽ നിന്നും പ്രലോഭനങ്ങൾ മാടി വിളിക്കുമ്പോഴും ആ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ അച്ചടക്കത്തോടുകൂടി വ്യയം ചെയ്ത്, അധ്വാനം ചെയ്ത് ജീവിക്കുന്ന അനുഭവം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സ്വന്തം കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കുവാനുള്ള കടിഞ്ഞ അനുഭവം. ഇന്ന് നമ്മുടെ ചുറ്റും നാം കാണുന്ന പ്രതിസന്ധികളിൽ ഒന്ന് ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ സ്വന്തം കരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയവരാണ്. ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആടി ഉലയുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങൾ. കുടുംബജീവിതത്തിൻ്റെ നിയന്ത്രണവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോയി ആടി ഉലയുന്ന എത്രയോ ജീവിതങ്ങൾ. ഔദ്യോഗിക ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഈ നഷ്ടപ്പെട്ടു പോകലിൻ്റെ, ആടി ഉലയലിൻ്റെ, തകർച്ചയുടെ, ഉടഞ്ഞുപോക്കലിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നാം കാണുമ്പോഴാണ് വിവേകം അർത്ഥവത്തായതും ലക്ഷ്യബോധവുമുള്ള ചൊവ്വായുള്ള നടപ്പിലേക്ക് നമ്മെ നടത്തുന്ന അനുഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഈ 2 യാഥാർത്ഥ്യങ്ങൾ, മൗഢ്യവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന യാഥാർത്ഥ്യമാണ് മൗഢ്യം. എന്നാൽ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, ചൊവ്വായുള്ള നടപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന അനുഭവമാണ് വിവേകം. മൗഢ്യം പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് നമ്മെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. വഴി ഇതിലേ എന്ന് വ്യക്തമായി നമുക്കറിയാം. ആ വഴിയിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. പക്ഷേ കണ്ണിന് ഇമ്പമേറിയ കാഴ്ചകൾ കാട്ടി ഒരു വശത്തിലേക്ക്, കാതിന് ഇമ്പമേറിയ ശബ്ദങ്ങൾ കേൾപ്പിച്ച് മറ്റൊരു വശത്തേക്ക്, നാവിന് മധുരമൂറുന്ന മാധുര്യങ്ങൾ നൽകി മറ്റൊരു വശത്തേക്ക് പ്രലോഭനങ്ങൾ മാടി വിളിക്കുമ്പോൾ ആ പ്രലോഭനങ്ങളുടെ പിന്നാലെ പോകുന്ന അനവധി പേർ നമ്മുടെ ചുറ്റുമുള്ളപ്പോഴാണ് മൗഢ്യം തെറ്റായ വഴികളിലേക്ക് നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നുള്ള ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തൽ. താൽക്കാലികമായ സന്തോഷങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ വഴിമാറിപ്പോക്ക്, ആ താൽക്കാലിക സന്തോഷത്തിലേക്കുള്ള വഴിമാറിപ്പോക്ക് ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്തവണ്ണം നമ്മെ നേർവഴിയിൽ നിന്നും അകറ്റിക്കളയുന്ന വഴിമാറിപ്പോക്കാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. അത് നന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നൊരു അനുഭവമാകാം, ഉടഞ്ഞുപോകലിൻ്റെ, തകർച്ചയുടെ അനുഭവമാകാം. എന്നാൽ വിവേകം ചൊവ്വായ വഴി, നേരായ വഴി, നീതിയുടെ വഴി, സത്യത്തിൻ്റെ വഴി, ന്യായത്തിൻ്റെ വഴി, വിശ്വസ്തതയുടെ വഴി, വിശ്വാസ്യതയുടെ വഴി, ആ വഴിയിലേക്ക് നമ്മെ നടത്തുന്ന അനുഭവമാണ്. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു.
പലപ്പോഴും ഭോഷൻ അവൻ്റെ ഉൾപ്രേരണയാൽ പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ വിവേകി ഉദ്ദേശ ദൃഢതയോടെ പ്രവർത്തിക്കുന്നവനാണ്. പ്രേരണ, പെട്ടെന്നുണ്ടാകുന്ന പ്രേരണ, ആ പ്രേരണ പ്രതികരണാത്മകമായ ജീവിതത്തിലേക്ക് നമ്മെ നടത്തുന്നു. ചിന്തകളല്ല, താൽക്കാലികമായ പ്രതികരണങ്ങളാണ് ജീവിതഗതിയെ തന്നെ നിയന്ത്രിക്കുന്നത്. വളരെ ചിന്തിച്ച് വിവേകത്തോടുകൂടി ഓരോ ജീവിത യാഥാർത്ഥ്യത്തോടും പ്രതികരിക്കേണ്ടതിന് പകരം, ലക്ഷ്യബോധത്തോടുകൂടി പ്രതികരിക്കേണ്ടതിന് പകരം പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതാണ് മൗഢ്യത്തിൻ്റെ പ്രതീകങ്ങളായി മാറുന്നത്. പലപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു സത്യം, സദൃശവാക്യത്തിൽ ജ്ഞാനി പലവരും നമ്മോട് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്, ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അവധാനത കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ കഴിവതും സംസാരിക്കാതിരിക്കുക, സന്ദേശങ്ങൾ അയക്കാതിരിക്കുക, കത്തുകൾ എഴുതാതിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പലപ്പോഴും നാം ആ നിമിഷത്തിൻ്റെ വൈകാരിക പ്രതികരണം അതിന് വഴിമാറി കൊടുക്കുമ്പോഴോ എത്ര ബന്ധങ്ങളാണ് തകരുക. ചിന്തയില്ലാതെ സമ്പത്ത് വിനിയോഗിക്കുന്ന അനുഭവങ്ങൾ, ചിന്തയില്ലാതെ ജോലി ഉപേക്ഷിച്ചു പോകുന്ന അനുഭവങ്ങൾ, അതൊക്കെ പ്രതികരണാത്മകമായ ജീവിത ഇടപെടലുകളുടെ പ്രതീകങ്ങളാണ്. എന്നാൽ വിവേകിയുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ അച്ചടക്കം ആ ജീവിതത്തിൻ്റെ അടയാളമാണ്. നേരായ വഴിയിലൂടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ചൊവ്വായ വഴിയിലൂടെ നടക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നേരായ വഴി? എന്താണ് ചൊവ്വായ വഴി? അവിടെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകളുടെ പൊരുൾ നാം അന്വേഷിക്കുക. ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകളുടെ പൊരുൾ നാം മനസ്സിലാക്കുക. ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ ചൊവ്വായ വഴിയിലൂടെ നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ഇടപെടലിനെ കുറിച്ചും സ്വയനിയന്ത്രണത്തിലൂടെ, അച്ചടക്കബോധത്തോടുകൂടെ, ധാർമ്മിക ദിശാബോധത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങളെക്കുറിച്ചും ഇവിടെ നാം പ്രത്യേകം വായിക്കേണ്ടതായിട്ടുണ്ട്. നേരായ പാതയിലുള്ള സഞ്ചാരം, എന്താണ് അതിൻ്റെ അർത്ഥം? കുഞ്ഞുങ്ങൾ നേരായ വഴിയിൽ വളർത്തപ്പെടണം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ തിന്മയുടെ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ബാല്യകാലങ്ങളിൽ രൂപീകൃതമാകുന്ന ചില ശീലങ്ങൾ ഒരിക്കലും വിട്ടുമാറാതെ അവരോട് കൂടെയിരിക്കും. നേരായ പാതയിൽ ഒരു ബാലനെ വളർത്തേണ്ടതെങ്ങനെ? ബാല്യം മാറി കൗമാര്യത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ആസക്തികളുടെ അടിമകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നത്. ആസക്തികൾ, പ്രലോഭനങ്ങൾ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും എടുത്ത് മാടി വിളിക്കുമ്പോഴും വിവേകമുള്ളൊരു വ്യക്തി ചൊവ്വായ വഴിയിൽ, നേരായ വഴിയിൽ മാത്രം നടക്കുവാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. മൗഢ്യം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയില്ല. ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് പേർ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ ക്ലാസ്സുകളിൽ ഇരിക്കേണ്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് ക്ലാസ്സുകളിൽ കയറാതെ നടക്കുന്നവരായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഓരോന്നായി അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുമ്പോഴും ആ അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുവാൻ കഴിയാതെ നഷ്ടമാക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ചൊവ്വായി നടക്കുന്ന, നേരായി നടക്കുന്ന, നേരായ പാതയിൽ നടക്കുന്ന അനുഭവങ്ങൾ അവിടെ പ്രസക്തമാണ്. കൗമാരം മാറി യൗവനത്തിലേക്ക് വഴിതെളിക്കുമ്പോഴോ അവിടെ
പ്രലോഭനങ്ങൾ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തത കൈവരിക്കുന്നു. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്ത് ആ നിർമ്മിത ബുദ്ധി ഒരുക്കുന്നതായിട്ടുള്ള അന്ധകാര നിബിഡമായ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെ ആഴങ്ങൾ ഒരു തലമുറയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം സങ്കീർണമാണ്. എന്നാൽ ആ വഴികളിലൂടെ പ്രലോഭനങ്ങൾ മാടി വിളിക്കുമ്പോഴും നേരായ പാതയിൽ നടക്കുവാൻ ദൈവിക ജ്ഞാനം, ദൈവിക സാന്നിധ്യം, പുതിയ നിയമ അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ സാന്നിധ്യം നേരായ വഴിയിലൂടെ നടക്കുവാൻ, യേശുവാകുന്ന വഴിയിലൂടെ നടക്കുവാൻ, യേശുവിനെ നോക്കി നടക്കുവാൻ, ലക്ഷ്യബോധത്തോടുകൂടി നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. താൽക്കാലികമായ മൗഢ്യത്തിൻ്റെ സന്തോഷം അത് പിന്നീട് ലജ്ജാകരമായ അനുഭവങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. മനസ്താപത്തിലേക്ക് അത് വഴി നടത്തുമ്പോൾ പലപ്പോഴും താമസിച്ചു പോയേക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും മൗഢ്യത്തിൻ്റെ സന്തോഷം ലജ്ജയിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു. താൽക്കാലിക സന്തോഷങ്ങൾ ആത്യന്തിക ലജ്ജയിലേക്ക് നയിക്കുന്നുവെന്നുള്ള പരമമായ സത്യം ജ്ഞാനി വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. വിവേകത്തിൻ്റെ സന്തോഷമോ അത് താൽക്കാലികമല്ല, അത് ദൂരവ്യാപകമാണ്. സന്തോഷം അത് താൽക്കാലികമായ യാഥാർത്ഥ്യമല്ല, അത് നിത്യമായൊരു യാഥാർത്ഥ്യമാണ്, നിത്യസന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ചൊവ്വായി നടക്കുന്ന ആത്യന്തികമായ സന്തോഷം, താൽക്കാലിക സന്തോഷം. യഥാർത്ഥ സന്തോഷത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി ചിന്തിച്ച് ഈ സദൃശവാക്യത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാനായി നമുക്കൊന്നുകൂടി ശ്രമിക്കാം. യഥാർത്ഥ സന്തോഷം എവിടെയാണ് നാം കണ്ടെത്തുക? അതൊരുപാട് സമ്പത്ത് നേടുന്നതിലല്ല, മറിച്ച് ആത്മാർത്ഥമായ ബന്ധങ്ങളുള്ളിടത്താണ് യഥാർത്ഥമായ സന്തോഷമുണ്ടാവുക. ആത്മാർത്ഥമായ സൗഹൃദങ്ങളുള്ളിടത്താണ് യഥാർത്ഥമായ സന്തോഷമുണ്ടാവുക. മനുഷ്യ ജീവിതങ്ങളിൽ മൂടുപടങ്ങൾ മാത്രം കണ്ടു ജീവിക്കുന്നവർ, ബന്ധുവാര് ശത്രുവാര് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം സങ്കീർണമായ ജീവിത അവസ്ഥകളിൽ ജീവിക്കുന്നവർ, അവിടെയാണ് ആത്യന്തികമായ സന്തോഷം ആത്മാർത്ഥമായ ബന്ധങ്ങളിലാണ്. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, അത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, അത് മക്കളുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, അത് കുടുംബത്തിനുള്ളിലുള്ള ബന്ധത്തിലാകട്ടെ, അത് അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, അത് ഔദ്യോഗിക ഇടങ്ങളിലെ ബന്ധങ്ങളിലാകട്ടെ, അത് ലോകക്രമത്തിലെ ബന്ധങ്ങളിലാകട്ടെ, ആത്മാർത്ഥമായ ബന്ധങ്ങൾ നൽകുന്ന സന്തോഷം, ആ സന്തോഷമാണ് ഭോഷത്വത്തിൻ്റെ താൽക്കാലിക സന്തോഷങ്ങളെക്കാൾ ചൊവ്വായി നടന്ന്, നേരായി നടന്ന്, വിവേകത്തോടെ നടന്ന് നേടുന്ന സന്തോഷത്തിൻ്റെ പൊരുൾ. തൃപ്തിയോടെ കൃതജ്ഞത നിർഭരമായ ഒരു ജീവിതം ജീവിക്കുക വഴിയാണ് യഥാർത്ഥ സന്തോഷം നാം കണ്ടെത്തുക. ഭോഷത്വം ബുദ്ധിഹീനന് താൽക്കാലിക സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷങ്ങൾക്ക് കാരണമായ യാഥാർത്ഥ്യങ്ങളുടെ താൽക്കാലികത തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് എണ്ണി എണ്ണി സ്തുതിപ്പാനായി എണ്ണമില്ലാത്ത നന്മകൾ നൽകിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്പർശത്തിൻ്റെ അനുഭവങ്ങൾക്ക് നന്ദിയുള്ളവരായി നാം ജീവിക്കേണ്ടത്. മുതിർന്നവർ പറയാറുണ്ട്, ഇന്ന് പ്രഭാതത്തിൽ നീ എന്തിനെല്ലാം വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുവോ അക്കാര്യങ്ങൾ മാത്രം നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുമെങ്കിൽ എന്തെല്ലാം അവശേഷിക്കുമെന്ന് ഇടയ്ക്കെങ്കിലും സ്വയം ചോദിക്കുവാൻ, സ്വയം വിലയിരുത്തുവാൻ നീ തയ്യാറാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. കൃതജ്ഞതാ നിർഭരമായ ജീവിതം അത് ദൈവത്തോട് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളോട്, കുടുംബാംഗങ്ങളോട്, മറ്റുള്ളവരോട്, നമുക്ക് നന്മ ചെയ്യുന്ന എല്ലാവരോടും കൃതജ്ഞതയോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന അനുഭവം. നേരായ വഴി
അത് സത്യത്തിൻ്റെ വഴിയാണ്, അത് നീതിയുടെ വഴിയാണ്, അത് ന്യായത്തിൻ്റെ വഴിയാണ്. ഉള്ളതുപോലെ സ്വയത്തെ തിരിച്ചറിയുന്ന, ഉള്ളതുപോലെ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന കാപഠ്യമില്ലാത്ത ജീവിതമാണ് ആ ജീവിതത്തിൻ്റെ പ്രത്യേകത. ആ ജീവിതത്തിൽ ദൈവ ചൈതന്യം പ്രതിസ്ഫുരണമായി ഉണ്ടാവുക കാരുണ്യത്തിലാണ്, ആർദ്രതയിലാണ്. അവരൻ്റെ വേദന കാണുന്ന, അവരൻ്റെ കണ്ണുനീരൊപ്പുന്ന ഇടപെടലിൻ്റെ അനുഭവങ്ങൾ. എന്താണ് സദ്വർത്തമാനം? എന്താണ് സുവിശേഷം? എന്താണ് നേരായ വഴി? ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നവകാശപ്പെടുന്ന നാം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായിരിക്കണം. സ്വപ്നങ്ങൾ ഉടഞ്ഞുപോയവരായി, തകർന്നുപോയവരായി, ഭയചകിതരായി വീടിനുള്ളിൽ അടച്ചിരുന്നവരുടെ അരികിലെത്തി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ ദുഃഖത്തെ, ഭയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ഇടപെടലാണ് അവിടെ നാം കാണുക. കണ്ണുനീരോടെ ഇരുന്ന മഗ്ദലന മറിയയുടെ അടുക്കലെത്തി നീ എന്തിനു കരയുന്നു എന്ന് ചോദിച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന ദൈവിക ഇടപെടലാണ് അവിടെ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ കടലിൻ്റെ നടുവിൽ നിരാശരായിരുന്ന ശിഷ്യരുടെ അടുക്കലെത്തി വലതോട്ട് നീക്കി വലവീശുവിൻ എന്ന് പറയുന്ന ഇടപെടലാണ് ഉദ്ധിതൻ്റെ ഇടപെടൽ, സുവിശേഷത്തിൻ്റെ ഇടപെടൽ. പ്രിയമുള്ളവരെ, ആർദ്രത, കാരുണ്യം, അത് വിവേകപൂർണമായ ജീവിതത്തിൻ്റെ, നേരായ വഴിയിലുള്ള ജീവിതത്തിൻ്റെ, ചൊവ്വായ ജീവിതത്തിൻ്റെ മുഖമുദ്രകളായി മാറുകയാണ്. ആരോഗ്യം, അത് ശാരീരിക ആരോഗ്യമാകട്ടെ, മാനസിക ആരോഗ്യമാകട്ടെ, വൈകാരികമായ ആരോഗ്യമാകട്ടെ, തൃപ്തികരമായ ആരോഗ്യ അനുഭവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ബോധ്യം, ആത്മീയ ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധം. വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് സദൃശവാക്യക്കാരൻ ജ്ഞാനി നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുവാനായി ഇവിടെ ശ്രമിക്കുന്നത്. താൽക്കാലിക സന്തോഷങ്ങൾ ബുദ്ധിഹീനത, ഭോഷത്വത്തിൻ്റെ അടയാളങ്ങളാണ്. താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയി ജീവിതം നഷ്ടമാക്കുന്നത് ഭോഷത്വത്തിൻ്റെ അടയാളമാണ്. പലവരും ഓർമ്മിപ്പിക്കപ്പെട്ടിട്ടും അത്തരത്തിൽ ജീവിതത്തെ നശിപ്പിക്കുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ നമ്മുടെ ചുറ്റും രണ്ട് തിരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് മൗഢ്യത്തിൻ്റെ വഴി, ബുദ്ധിഹീനതയുടെ വഴി. മറ്റൊന്ന് ദൈവാശ്രയത്തോടെ വിവേകത്തിൻ്റെ വഴി. ഒന്ന് താൽക്കാലിക സന്തോഷങ്ങളുടെ വഴി, മറ്റൊന്ന് നിത്യമായ സന്തോഷത്തിൻ്റെ വഴി. ഒന്ന് ഏതു വഴിയിൽ നടന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് ലക്ഷ്യബോധമില്ലാത്ത, ദിശാബോധമില്ലാത്ത വഴി. മറ്റൊന്ന് വ്യക്തമായ ദിശാബോധമുള്ള നേരായ വഴി, ചൊവ്വായ വഴി. ബുദ്ധിഹീനൻ താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ജീവിതത്തെ ലജ്ജാവഹമാക്കുന്നു. വിവേകമുള്ളവൻ നിത്യമായ പാറയുടെ മുന്നാലെ, നമുക്കായി പിളർന്ന പാറയെ ലക്ഷ്യമാക്കി ലക്ഷ്യബോധത്തോടുകൂടി പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്രയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ജ്ഞാനി തലമുറകൾക്ക് നൽകുന്ന അതിശക്തമായ, സാന്ദ്രമായ ഈ സദൃശവാക്യം. ഈ സദൃശവാക്യത്തിൻ്റെ ഇതിലും ആഴമായ പൊരുളുകൾ ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്നും പഠിച്ചുകൊണ്ടേയിരിക്കാം. ഇന്നത്തെ ചിന്ത ഒരിക്കൽ കൂടി ആ സദൃശവാക്യം കേട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. സദൃശവാക്യം 15-ാം അധ്യായം 21-ാം വാക്യം. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.